കഴിഞ്ഞ രാത്രിയിൽ ബന്ദർ അബ്ബാസിൽ അമേരിക്ക നടത്തിയ വലിയ ആക്രമണം, അത് 7 ആഴ്ച നീണ്ടുനിന്ന യുദ്ധവിരാമം അല്ലെങ്കിൽ യുദ്ധമില്ലാത്ത അവസ്ഥ അത് അതിലംഘിച്ചിരിക്കുന്നു. അതിന് കാരണമായി പറയുന്നത് എന്തെല്ലാം കാരണങ്ങളാണെങ്കിൽ പോലും യഥാർത്ഥത്തിൽ ഒരു കരാറിന് അടുത്തെത്തി നിൽക്കുന്ന ഘട്ടത്തിലാണ്, ചർച്ചകൾ വളരെയധികം മുന്നോട്ട് പോയ ഒരു ഘട്ടത്തിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. നോക്കൂ, ഖത്തറിൽ ഇപ്പോൾ ഈജിപ്ത്, പല രാജ്യങ്ങൾ, അറബ് രാജ്യങ്ങൾ പ്രതിനിധികളുണ്ട്, ഖത്തറിന്റെ തന്നെ ഉദ്യോഗസ്ഥന്മാരുണ്ട്, ഇറാനിൽ നിന്നും വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയും ഗലിബാഹ് പാർലമെന്റ് സ്പീക്കർ ഗലിബാഹും എല്ലാം എത്തി അന്തിമ റൗണ്ട് ചർച്ചകൾക്ക് ഒരു കളമൊരുക്കുന്ന തിരക്കിലാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഒരു ആക്രമണം നടന്നിരിക്കുന്നത്. ഇത് തികച്ചും സുരക്ഷാപരമായ കാരണങ്ങളാലാണ് ആക്രമണം നടന്നിരിക്കുന്നത് എന്നാണ് അമേരിക്ക പറയുന്നത്. യഥാർത്ഥത്തിൽ പേർഷ്യൻ ഗൾഫ് മേഖലയിൽ, പ്രത്യേകിച്ച് ഹോർമൂസിന് അടുത്തുള്ള മേഖലയിൽ ഇറാന്റെ ടെറിട്ടോറിയൽ വാട്ടേഴ്സിന് സമീപം ഇറാന്റെ ഗൺ ബോട്ടുകൾ മൈനുകൾ വിതറുന്ന ഒരു അന്തരീക്ഷം ഉണ്ടായി എന്നാണ് അമേരിക്ക പറയുന്നത്. ആ മൈൻ ഇട്ടുകൊണ്ടിരുന്ന ചില യാനങ്ങളെ അമേരിക്ക ആക്രമിക്കുകയും അതിനെതിരെ ഇറാന്റെ ഭാഗത്തു നിന്ന് വ്യോമവേധ മിസൈലുകൾ, അതായത് വിമാനവേധ മിസൈലുകൾ ഉപയോഗിക്കപ്പെടുകയും ചെയ്തു. അതിന് ഒരു തിരിച്ചടി എന്ന നിലയിൽ ബന്ദർ അബ്ബാസ്, അത് വളരെ അടുത്ത് കിടക്കുന്ന ഒരു തുറമുഖ നഗരമാണ്. അത് ഹോർമൂസ് കടലിടുക്കിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു പട്ടണം എന്ന നിലയിൽ അവിടെ ആക്രമണം നടന്നു. മിസൈൽ ലോഞ്ചറുകളെയാണ് ലക്ഷ്യം വെച്ചത് എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതെന്തു തന്നെ ആയാലും ശരി, സംഘർഷം മൂർച്ഛിക്കാൻ ഈ ഒരു അന്തരീക്ഷം കാരണമായി എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. കാരണം ഒരു നെഗോഷിയേറ്റിംഗ് ടേബിളിലേക്ക് എത്തുന്നതിന് തൊട്ട് മുൻപുള്ള നിമിഷങ്ങളാണ്, വിലയേറിയ നിമിഷങ്ങളാണിത്. നിർണായകമായ പല വിഷയങ്ങളിലും തീരുമാനം ഇനിയും അകലെയാണ്. പ്രത്യേകിച്ച് അടിസ്ഥാന വിഷയമായ ആണവ സമ്പുഷ്ടീകരണം, യുറേനിയം സമ്പുഷ്ടീകരണവുമായി ബന്ധപ്പെട്ട വിഷയം ഇനി ചർച്ച ചെയ്യാനിരിക്കുന്നതേ ഉള്ളൂ. യുറേനിയം ഇറാന്റെ കൈവശമുള്ള 440 കിലോഗ്രാം സമ്പുഷ്ടീകരിച്ച 60% സമ്പുഷ്ടീകരിച്ച യുറേനിയം റഷ്യയിലേക്ക് മാറ്റാനാണോ തീരുമാനം? അമേരിക്കയ്ക്ക് അത് പൂർണ്ണമായി ഏൽപ്പിക്കുകയാണോ, അതോ അത് ഭാഗികമായി നിർവീര്യമാക്കിയതിനു ശേഷം ബാക്കിയുള്ള ഭാഗം റഷ്യയോ ചൈനയോ ഉൾപ്പെടെയുള്ള ഏതെങ്കിലും രാജ്യങ്ങളെ ഏൽപ്പിക്കുകയാണോ എന്നതിനെക്കുറിച്ച് ധാരണകൾ വരേണ്ടതുണ്ട്. പക്ഷെ തത്വത്തിൽ ആണവ സമ്പുഷ്ടീകരണം ഒരു പരിധിവരെ ഒഴിവാക്കാൻ ഇറാൻ തീരുമാനിച്ചു എന്നതാണ് ഒരു പക്ഷേ വളരെ ശുഭോദർക്കമായ ഒരു കാര്യമായി അമേരിക്ക പറയുന്നത്. പക്ഷെ ഇറാന്റെ ഭാഗത്തു നിന്ന് ഒരു സ്ഥിരീകരണവും വരുന്നില്ല. ഇതെല്ലാം കാരണം ആദ്യം ചെയ്യേണ്ടത് ഇതൊന്നും തന്നെയല്ല, ഇത് പിന്നീട് വരേണ്ട കാര്യമാണ്. ഹോർമൂസ് കടലിടുക്ക് തുറക്കുക എന്നതാണ് ആദ്യം വേണ്ട ഒരു കാര്യം. അത് ഹോർമൂസ് തുറക്കണമെങ്കിൽ ഇറാനെതിരെയുള്ള നാവിക ഉപരോധം അമേരിക്ക അവസാനിപ്പിക്കുകയും വേണം. അതേക്കുറിക്കുന്ന പ്രാഥമിക ഒരു ഘട്ട ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ചർച്ചകൾ ഏതാണ്ട് പരിസമാപ്തിയിൽ എത്തുന്നു എന്ന ഘട്ടം വന്നപ്പോൾ ഇങ്ങനെ നടന്ന ഒരു ആക്രമണം എങ്ങനെ ന്യായീകരിക്കും എന്നറിയാനാവില്ല. അത് മാത്രമല്ല, ഇവിടെ ലെബനന് നേരെയുള്ള ആക്രമണം ഇസ്രായേൽ ഉപേക്ഷിച്ചു എന്ന് പൊതുവെ പറയുമ്പോഴും, അവിടെ ഒരു വെടിനിർത്തൽ സാധ്യമാണെന്ന് പറയുമ്പോഴും പൂർണ്ണമായ ഒരു കരാറിലെത്താൻ ഇസ്രായേൽ തയ്യാറാവുന്നില്ല. ഈ അന്തിമമായ ഇറാൻ അമേരിക്ക കരാറിന്റെ ഭാഗമാകാൻ ഇസ്രായേൽ തയ്യാറാവാത്തത് കൊണ്ട് ലെബനന്റെ വിഷയം ഇറാൻ ഇപ്പോഴും ചൂണ്ടിക്കാട്ടുകയാണ്. ഇതൊരു കോംപ്രഹെൻസീവ് കരാർ എന്ന രൂപത്തിലാണ് യഥാർത്ഥത്തിൽ ഇത് ഡിസൈൻ ചെയ്യുന്നത്. ഇപ്പോൾ ഈ പീസ് പ്രോസസ് ഡിസൈൻ ചെയ്യുന്നത് അല്ല എങ്കിൽ ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുന്നതിന് തുല്യമാവും. അതുകൊണ്ട് ആത്യന്തികമായി ഇപ്പൊ കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് തന്നെ പറഞ്ഞിരിക്കുന്നു, അബ്രഹാമിക കരാറുകളുടെ അടുത്ത ലെവലിലേക്ക് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് സൗദി അറേബ്യയും ഈജിപ്തും അതുപോലെ ഖത്തറും മറ്റു രാജ്യങ്ങളും എല്ലാം തന്നെ ഇസ്രയേലിനെ അംഗീകരിക്കുന്ന അബ്രഹാമിക കരാറിന്റെ ഭാഗമാകണം. ആ മേഖലയിലെ സമഗ്രമായ കരാറാകണം. ഭാവിയിൽ ഇസ്രയേലിൽ നിന്നും വരാൻ സാധ്യതയുള്ള എല്ലാ വെല്ലുവിളികളെയും അതിജീവിക്കാൻ പറ്റുന്ന രീതിയിൽ അറബ് ഇസ്ലാമിക രാജ്യങ്ങളും ഇസ്രയേലും തമ്മിൽ അബ്രഹാമിന്റെ പേരിൽ, ആദിമ പിതാവെന്ന് അവർ കരുതുന്ന അബ്രഹാമിന്റെ പേരിൽ കരാർ ഒപ്പിടണമെന്ന് വീണ്ടും ഡൊണാൾഡ് ട്രംപ് നിഷ്കർഷിച്ചിരിക്കുകയാണ്. ഇതെല്ലാം ഒരു വശത്ത് നടക്കുന്നു, ഒരു ലാർജർ സെറ്റിംഗ് സുഗമമാക്കുന്നതിന് വേണ്ടി. മറുവശത്ത് അമേരിക്ക ഏകപക്ഷീയമായി ആക്രമണം നടക്കുന്നു. ഇതിന്റെ പിന്നിലെ രീതിശാസ്ത്രം ഒട്ടും മനസ്സിലാകുന്നില്ല. ചിലരെങ്കിലും ഇതിനെ വിവക്ഷിക്കുന്നത്, യുദ്ധതന്ത്ര വിദഗ്ധന്മാർ വിവക്ഷിക്കുന്നത്, അന്തിമ കരാർ എത്തുന്നതിന് മുൻപ് ഒരു ഫൈനൽ റൗണ്ട് പുഷ് എന്ന രീതിയിൽ ഇറാനെ ഒന്ന് ഡീസ്റ്റെബിലൈസ് ചെയ്യാനുള്ള, ഫൈനൽ സമ്മർദ്ദപ്പെടുത്താനുള്ള ഒരു ശ്രമം എന്ന നിലയിൽ തങ്ങൾ വേണ്ടി വന്നാൽ ഇനിയും ആക്രമിക്കും എന്ന ഒരു പ്രതീതി ജനിപ്പിക്കാൻ വേണ്ടിയാവണം ഇപ്പോൾ നടത്തിയ ഒരു പരിമിതമായ തോതിലുള്ള സ്ട്രൈക്ക് എന്ന് വേണമെങ്കിൽ സിംബോളിക് ഒരു നേച്ചർ ഇതിനുണ്ട് എന്ന് പറയുന്നു. പക്ഷേ ശുഭോദർക്കമാണ്. ഇറാന്റെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള പ്രത്യാക്രമണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അത് ശുഭോദർക്കമായ കാര്യമാണ്. ഈ കരാറിൽ നിന്നും വിട്ടു പോകുമെന്ന രീതിയിലുള്ള ഭീഷണികളൊന്നും തന്നെ ഇറാൻ പറഞ്ഞിട്ടില്ല എന്നതും ശുഭോദർക്കമായ ഒരു കാര്യമാണ്. ഇതെല്ലാം പരിഗണിച്ചു നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കരാറിൽ എത്തിച്ചേരേണ്ടതാണ്. പക്ഷേ
തിടുക്കം കൂട്ടേണ്ടതില്ല എന്ന ഡൊണാൾഡ് ട്രംപിന്റെ ഒരു പ്രഖ്യാപനം, അല്ലെങ്കിൽ ആ വാക്കുകൾ, കഴിഞ്ഞ ദിവസം വന്ന വാക്കുകൾ ഒരുപക്ഷെ ഇസ്രയേലിന്റെ സമ്മർദ്ദത്താൽ ആവണം. കാരണം കുറച്ചുകൂടി കാര്യങ്ങളിൽ തീർച്ചമൂർച്ച വരുത്തിയതിനു ശേഷം മാത്രം അന്തിമ കരാർ എന്ന രൂപത്തിൽ അമേരിക്കയ്ക്ക് മേൽ ഇപ്പോഴും സമ്മർദ്ദം ചെലുത്തുന്നത് ഇസ്രയേൽ തന്നെയാണ് എന്നാണ് മുഖ്യമായ ഒരു സന്ദേഹം. അതുകൊണ്ട് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഹോർമൂസ് തുറന്ന് സുഗമമായ വ്യാപാരം സാധ്യമാവുകയും ലോക വിപണികളിൽ എണ്ണയുടെ വില കുറഞ്ഞു വരികയും ഒക്കെ ചെയ്യും എന്ന പ്രതീക്ഷയോടെ ഇപ്പോൾ തന്നെ $100 താഴേക്ക് ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില താണിരിക്കുന്നു. അത് തീർച്ചയായും അത് വളരെയധികം $120 ഉയർന്ന വിലയാണ് ഏതാനും ആഴ്ചകൾക്ക് മുൻപ് എന്നോർക്കണം. അപ്പൊ അതുകൊണ്ട് തീർച്ചയായും ചില സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ അന്തരീക്ഷത്തിൽ ചില ഇടങ്ങളിൽ കാണാനുണ്ട്. പക്ഷേ അത് കൂടുതൽ വ്യക്തത വരേണ്ടതുമുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.